നമ്മുടെ മാർക്കോ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ പടം നമ്മുടെ ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റായിരുന്നു. അതുപോലെ ഈവൻ നോർത്ത് ഇന്ത്യയിലും ഒരുപാട് പണം വാരിയ പടമാണ് ഈ മാർക്കോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും എന്ന് അനൗൺസ് ചെയ്തിരുന്നു, ഉണ്ണി മുകുന്ദൻ അടക്കം. പക്ഷേ അതിനുശേഷം ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പുള്ളി പറയണ്ടായി, ദർ ഈസ് ലോട്ട് ഓഫ് നെഗറ്റിവിറ്റി അറൗണ്ട് ദിസ് മൂവി, സോ വി ആർ നോട്ട് പ്രോബബ്ലി ഗോയിങ് ടു ഡു ദി സെക്കൻഡ് പാർട്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. മലയാളം ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി ആക്ഷൻ പടങ്ങൾ വളരെ കുറവാണ്, ട്രൂ ആക്ഷൻ പടങ്ങൾ. അത് ചെയ്യാൻ പറ്റിയ ഹീറോസും കുറവാണ്. അവിടെയാണ് ഉണ്ണി മുകുന്ദൻ ഹി മെയ്ഡ് എ ഡിഫറൻസ്. അപ്പോൾ മാർക്കോ പോലൊരു പടം വന്നിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ പെട്ടെന്ന് അത് ചെയ്യുന്നില്ല, ദർ ഇസ് ലോട്ട് ഓഫ് നെഗറ്റിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഇതിലെ വയലൻസിന് ഒരുപാട് വിമർശനം നേരിടേണ്ടി വന്നു. ഇനിയിപ്പോൾ വയലൻസ് ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വയലൻസ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇവർക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കില്ല് പോലത്തെ ബോളിവുഡ് മൂവീസൊക്കെ ഇറങ്ങിയിട്ട് ഹിറ്റായ നാടാണിത്. അപ്പോൾ അതാണ് നെഗറ്റിവിറ്റിയുടെ റീസൺ എന്നെങ്കിൽ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു സെക്കൻഡ് പാർട്ട് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അതുപോലെ ഇതിനിടയ്ക്ക് ഉണ്ണി മുകുന്ദനും പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ പാർട്ട്നേഴ്സുമായിട്ട് ഒരുപാട് കലഹങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള ന്യൂസുകൾ വന്നിരുന്നു. അപ്പോൾ അതൊന്നും സിനിമ ആസ് എൻ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരെ ബാധിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ട് അതൊക്കെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് ഉണ്ണി മുകുന്ദന് ചെയ്തുകൂടാ? ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് പേർക്കൊന്നും കിട്ടാത്ത ഒരു ഹെഡ് സ്റ്റാർട്ടാണ് ഉണ്ണി മുകുന്ദനോട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരാമെന്ന് പറയുമ്പോൾ ഉണ്ണിയുടെ താരമൂല്യം കൂടും, ഒരുപാട് റീച്ച് സംഭവിക്കും. മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു വേറെ ഡിഫറെൻറ്റ് ലെവൽ എക്സ്പീരിയൻസ് തരാൻ അതിന് സാധിക്കും. വേറൊരു ന്യൂസ് കണ്ടത് ഉണ്ണി മുകുന്ദൻ ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂ ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ്. നല്ല കാര്യം. പക്ഷേ ഇങ്ങനെ ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ചും ഇത്രയും എഫേർട്ട് ഇട്ടൊരു സിനിമ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ സീക്വലിനെക്കുറിച്ചും ആ ജോണറിലെ സിനിമകളെക്കുറിച്ചും ചിന്തിക്കാതെ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഓഫേഴ്സ് കൺസിഡർ ചെയ്യാതെ ഇങ്ങനൊരു അറ്റംപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത്ര ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനമാണ് എന്നുള്ളതല്ല. എന്തായാലും ഇതെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച്? ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ്. താങ്ക് യു.